എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഓട്സ് വെച്ചിട്ട് ഇന്നൊരു അവൽ കുഴച്ചത് ഉണ്ടാക്കിയെടുത്താലോ. നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനൊരു ദിവസം ട്രൈ ചെയ്തു, ടിഫിനിൽ കൊടുത്തു വിട്ടിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്കങ്ങനെ ഉണ്ടാക്കിയെടുത്താലോ, നോക്കാം. ഇത് ഓട്സ് കൊണ്ട് ഒരു അവൽ മാതിരി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഓട്സ് ഇങ്ങനെ ഒരു ഫ്ലാറ്റൻ ചെയ്തെടുത്ത മാതിരിയാണിത്. അതിൽ നിറയെ റീസൺസൊക്കെ ഉണ്ട്. ഇതിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇവർ പാലൊഴിച്ചിട്ടോ അല്ലെങ്കിൽ തൈരൊഴിച്ചിട്ടാണ് കഴിക്കുക. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മുസ്ലിയൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ അങ്ങനെ കഴിക്കുന്നതാണിത്. പിന്നെ ഓട്സ്, പിന്നെ അതേമാതിരി നമ്മുടെ നാട്ടിൽ പലതും ഇല്ലേ തൈര് ഒഴിച്ചിട്ടൊക്കെ കഴിക്കുന്നത്, സീരിയൽസൊക്കെ അതേമാതിരി ഉള്ളതാണ്. അപ്പോൾ ഞാനിതുകൊണ്ട് ഒരു അവൽ കുഴച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക കേട്ടോ. ഇവിടെ കുറച്ച് തേങ്ങയാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര, നമുക്ക് മധുരം എത്ര വേണോ അത്ര ശർക്കര. ഇതിപ്പോൾ ഞാൻ മധുരം നോക്കിയിട്ടാണ് പിന്നെ ചേർത്തത്. ഇതിപ്പോൾ ഏകദേശം ഒരു 4 ടീസ്പൂണോളം ചേർത്തു. ഇനി നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. നാളികേരം കൂടുതലുണ്ടെങ്കിൽ നന്നായിരിക്കും കേട്ടോ, നല്ലതായിട്ട് കുഴഞ്ഞ് കിട്ടും. നന്നായിട്ട് കുഴച്ച് കൊടുക്കുക, നന്നായിട്ട് അമർത്തി കുഴച്ച് കൊടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ച ഏലക്കായ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴിഞ്ഞു. ഇതിൽ നിറയെ റീസൺസ് ഉണ്ട്, പിന്നെ ബദാമിൻ്റെ ഫ്ലേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അത് കഴിക്കാൻ. എല്ലാവരും ഇത് കിട്ടിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അങ്ങനെ ഇവിടുത്തെ ഒരു പുതിയ, കുറേ കാലമായി അവൽ കുഴച്ചതൊക്കെ മോൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതുകൊണ്ട് അവൽ ഇല്ലാത്തപ്പം ഉണ്ടാക്കണ്ടേ, നമുക്ക് ഇവിടെയുള്ള വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി കുറച്ച് നേരം അമർത്തി വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതൊന്ന് പിടിക്കട്ടെ. പിടിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. ഒരു വ്യത്യസ്തമായ അവൽ കുഴച്ചു, നല്ല ടേസ്റ്റിയായ അവൽ, ഓട്സ് അവൽ കുഴച്ചത് റെഡിയായി.